നാഗചേച്ചിയെ കാണാൻ ജാസി പോയി. ജാസി പോയപ്പം നാഗചേച്ചി നല്ലപോലെ എക്സാമിനൊക്കെ ചെയ്ത് പെണ്ണാണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ അടുത്ത് പറയണം പെൺകുട്ടിയാണ്, ആരും ഇനി ഇതിനെ ആണാക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. നമ്മൾ ആരെങ്കിലും ആണാക്കാൻ ശ്രമിച്ചാ? ഇല്ല. ആരാണ് ആണാക്കാൻ ശ്രമിച്ചത് ഇവിടെ? ജനങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. ആരാണ് ജാസി ആണാക്കാൻ ശ്രമിച്ചത്? രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അതാണ്, ഇവരൊക്കെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇവരെല്ലാരും ഒരു യൂണിവേഴ്സാണ്. നമ്മുടെ രേണു, ജാസി, പിന്നെ മറ്റേ ആറാട്ടണ്ണൻ, AGP, ഇവരൊക്കെ ഒരു യൂണിവേഴ്സ്. കരടി, പിന്നെ അതിന്റെ കൂടെ നടക്കണ വേറെ ഏതൊക്കെയോ ഉണ്ട്. ഇവരൊക്കെ ഒരു ടീമാണ്. നമുക്കൊന്ന് കാണാം. അത് ഭയങ്കര രസമല്ലേ? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ നമുക്ക്? പെണ്ണിന്റെ എല്ലാ അങ്കലാവണ്യവും ഉണ്ട്. ചേച്ചി എല്ലാം വെപ്പാണ്. അല്ല, തപ്പി നോക്കി. നീ മനസ്സിലായില്ലേ? അവരിങ്ങനെ തപ്പി തുരന്ന് നോക്കി കാണൂല, തപ്പി നോക്കി കാണും. നാഗ ചെന്ന ഉടനെ എന്നെ മൊത്തത്തിൽ ഒന്ന് തപ്പി പരിശോധിച്ച്, ഇങ്ങനെ മുകള് തൊട്ട് പരിശോധിച്ചു. എല്ലാം ഉണ്ടാന്ന്, എല്ലാം സ്ഥലത്താണോ ഇരിക്കുന്നതെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നാഗചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് വിട്ടിരിക്കുകയാണ്. ജാസി പെണ്ണാണ്. ആണ്, പെണ്ണായി. പെണ്ണാതിര് ഇതൊക്കെ മിസ്റ്ററിയാണ്. ഇതൊന്നും ആർക്കും തെളിയിക്കാൻ പറ്റാത്ത നഗ്ന സത്യങ്ങളാണ്. അത് നമ്മൾ ചീണ്ടിയെടുക്കേണ്ട കാര്യമില്ല. പുറമേ നമ്മൾ അറിഞ്ഞല്ലോ പെണ്ണാണ്, അത് മതി. പെണ്ണാണ്. ശരിയല്ലേ? എല്ലാ സൗന്ദര്യം കിട്ടിയിട്ടില്ലേ? എന്റെ അംഗീകാരം കിട്ടി, മതി. അനുഗ്രഹിച്ചു ദേവി. മതി. ഇനി ആരെ അംഗീകാരം വേണം? ദേവി അനുഗ്രഹിച്ചു ജാസിയ. ഇനി പ്രസവിക്കാനും പറ്റും. സ്ത്രീകളുടെ എല്ലാ രൂപവും ഭാവവും എല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ച് ദേവി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ദേവി അവിടെ കുടിയിരുത്തും ജാസിയ. കുടിയിരുത്തി കഴിഞ്ഞെന്നാണ് തോന്നണത്. ഒരു കൂട്ടായി. വേറൊരെണ്ണം ഉണ്ട്. വേറൊരെണ്ണം നിക്കണ കണ്ടില്ലേ? അതും പിന്നെ ഇതിന്റെയൊക്കെ 4ാം വലത്ത്. പിന്നെ ബാക്കിലോട്ട് നിക്കണ അവന്റെ കാര്യം പിന്നെ പറയണ്ട. എന്റെ അംഗീകാരം ഇല്ലെങ്കിൽ തന്നെ ഈ കുട്ടി അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് അല്ല 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 എന്ന് നമ്മുടെ തൊണ്ടയിട്ട് വലിച്ചു കീറാവുന്നതേ ഉള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ ജാസി പറയും ഞാനൊരു പാറ്റയാണ്, അല്ലെങ്കിൽ ഞാനൊരു പല്ലിയാണ്. അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കണം. ആരും അത് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല്ലിയാണെന്ന് പറഞ്ഞാൽ പല്ലിയാണ്, അതല്ലേ നാഗ ഇരിക്കണം. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ നാഗ പറഞ്ഞു ഞാൻ ദേവിയാണ്. അങ്ങ് അംഗീകരിച്ചു കൊടുത്തോണം. അതുപോലെ അംഗീകരിച്ചു. ഇവിടെ ബാബുസ്വാമി എങ്ങോട്ട് പോയാവോ? ബാബുസ്വാമിക്ക് ഒരു വെല്ലുവിളിയാവും ജാസി. തപ്പി, വീണ്ടും തപ്പി. നീ കണ്ടില്ലേ? തപ്പി നോക്കിയ വീണ്ടും തപ്പി നാഗ. പക്ഷെ വേറൊരു കാര്യമുണ്ട് മക്കളെ, ഈ തുണിയൊക്കെ ഊരി കളയുമ്പോ ഇത്ര ഷേപ്പ് ഒന്നും കിട്ടത്തില്ല. അതും കൂടെ അങ്ങ് നോക്ക്. എന്നാലല്ലേ അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നാഗയ്ക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും. നോക്കിയില്ലേ? ഇത്രയും നേരം തപ്പി നോക്കി. ഇനിയിപ്പൊ തുണി ഊരി കഴിയുമ്പം ഈ ഷേപ്പ് ഒന്നും കിട്ടൂല. സ്ത്രീകളെ ഷേപ്പ് ഒന്നും കിട്ടൂല. കഷ്ടം. മൊത്തത്തിൽ നാഗ ട്രോളി അവിടെ നിർത്തിപ്പോയിരിക്കുന്നു. ജാസിയ തുണി ഊരിയ കാണാൻ ഭംഗി ആണുങ്ങളെ ഇടുന്നു. തുണി ഊരിയ കാണാൻ ഭംഗി ആണുങ്ങളെ ഇടന്ന്. ഇതിനൊക്കെ എന്താണ് മറുപടി? ഇടാതിരിക്കാൻ. ഈ ചിത്രം അവിടെ നിന്നോണ്ട് ചോദിക്കുന്നത് നാഗചേച്ചിക്ക് സ്ത്രീകളോടാണ് താല്പര്യമല്ലേ എന്ന്. അത് ആശയല്ലേ ചോദിച്ചത്? അല്ല, വേറെ ഏവനാണ്. അല്ല മോനെ, അതല്ലേ വരയ്ക്കാൻ നല്ല ഭംഗിയുള്ള. ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ നല്ല. പെണ്ണിനെ കണ്ടാൽ തന്നെ പെണ്ണിനൊക്കെ വരയ്ക്കും. തിരിവും ഒടിവും ഏറ്റവും ഇറക്കും ഷേപ്പിന്റെ കാര്യം പറയണം. മോനങ്ങനെ തോന്നുന്നില്ല? അതായത് ഷേപ്പ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. ആണുങ്ങളാകുമ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പെണ്ണുങ്ങളാകുമ്പോ കുറച്ച് വരക്കാനും ഇപ്പൊ സ്ത്രീ ആയിട്ടാണ് അംഗീകരിക്കുന്നത് ശരിക്കും. അപ്പം എക്സാമിനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആശി ചോദിക്കുന്നതാണ് കേട്ടോ, ഇപ്പൊ സ്ത്രീ ആയിട്ട് അംഗീകരിച്ചോ? ഇത്രയും നാൾ ആശിക്ക് അറിയാൻ വയ്യായിരുന്നോ? ആശിക്ക് കൺഫ്യൂഷൻ. സ്ത്രീ അല്ല പുരുഷനാണെന്ന്. ഇതിപ്പോ മൊത്തത്തിൽ ഇതെന്തോന്നാണ്? എന്റെ പൊന്ന്. അയ്യോ, അത് പറഞ്ഞപ്പോ ഒരു മുത്തം കൊടുത്തു. എന്റെ പൊന്ന്. ആകെ അങ്ങ് ഫ്ലാറ്റായി ഇതൊക്കെ കേട്ടപ്പോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവര് പോയതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ കുറെ ചക്കയും മാങ്ങയും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി തിന്നാനായിരിക്കും പോയത്. പൊന്നിന് ക്ഷേത്രത്തിൽ വന്നതാ ഞങ്ങൾ. ക്ഷേത്രോ?
ഇവരെല്ലാം ഒരേ കണക്കായി പോയല്ലോ എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് വിളിച്ച് പറയണതാണ്. ക്ഷേത്രത്തിൽ വന്നതാണെന്ന്. ഏത് ക്ഷേത്രം? മൂലക്ഷേത്രം. എറണാകുളത്ത് നിന്ന് കല്ലും മലയും മുള്ളും താണ്ടി എവിടെയാണ് ഇത്? ഇവിടെ കൊട്ടാരക്കര ഏതോ ഒരു ഉൾവനത്തിൽ. വേറെ ജോലിയൊന്നും നാഗചേച്ചിയുടെ ക്ഷേത്രത്തിൽ വന്നതാണ്. ഇവന് വേറെ ജോലിയൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. നല്ല ചേർച്ച. ഫോണിനുള്ളിൽ ഞാൻ മോളിൽ തന്നെ ഫോണിനുള്ളിൽ ദേവിക്ക് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസ് കളിച്ചു തരുന്നതായിരിക്കും. നാഗയുടെ മുഖം അങ്ങ് ട്യൂബ് ലൈറ്റ് പോലെ കത്തി. അയ്യോ, ക്ലാസിക്കൽ ഡാൻസ് കളിക്കാതെ നന്നായിട്ട് ഡാൻസ് ചെയ്യാം. കൊള്ളാം കേട്ടോ. ഇവരെ യൂണിവേഴ്സ് അവൻ വീണ്ടും ആശിക്ക് ആഹെ കൊണ്ട് എന്തോ പോലെ. ആരെങ്കിലും ഒക്കെ അങ്ങ് അംഗീകരിക്കും ജാസി സ്ത്രീയാണെന്ന്. ആശിക്കൊരു വെപ്രാളം തന്നെ. കഷ്ടം. ജാസി ഇനിയിപ്പം പ്രഗ്നന്റ് ആയല്ലേ. ദേവി അനുഗ്രഹിച്ച് പ്രഗ്നന്റ് ആയി. ഇനി ആശിയുടെ ഒരു ചുണ്ടറ കുട്ടപ്പനെ തന്നെ കിട്ടും. ആശി വിചാരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ, ഞാനിപ്പോ അല്ലാതെ ഈ യവനെയും കൊണ്ട് നടന്ന് പ്രാവി തൊലച്ചിട്ടേക്കാണ് ആശി ജാസിയ. യവനെയും കൊണ്ട് നടക്കാതിരുന്നെങ്കിൽ, യവ എന്നെ പിടിച്ച് പൂട്ടിയിടാതിരുന്നെങ്കിൽ എനിക്ക് നല്ല ഒരു പെണ്ണും കെട്ടി നല്ല അടിപൊളി ഒരു കുട്ടിയും കിട്ടിപ്പോയിന് എന്നൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. ഇനിയിപ്പം എന്തെങ്കിലും. ആശിക്ക് സ്ത്രീകളോടാണ് താല്പര്യം, പക്ഷെ എങ്കിൽ ജാസി സ്ത്രീയും അല്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് സെറ്റപ്പ് എന്നുള്ള സംഭവം? അത് ചുരുളഴിയാത്ത രഹസ്യമാണ്. അത് ഇവന് നല്ല ഏതത്തിന് കൊടുക്കും. കണ്ണൊക്കെ ഇടിച്ച് ഇവിടെയൊക്കെ ഇടിച്ച് കലക്കി. ഒരു പ്രാവശ്യം ഭയങ്കര ആരെയൊക്കെയോ വിളിച്ച് എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇവ എന്നെ വിടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ പിന്നെ യവനിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ആശിക്ക് പറ്റണില്ല. അങ്ങനെയല്ലേ ആ ഉമ്മ എന്നെ രംഗത്ത് വന്നത്. യവൻ വിട്ടുകൊടുക്കുകയില്ല. യവൻ പറയണ എൻ്റെ ഭർത്താവ് എന്നും പറഞ്ഞ് ജാസിൽ മുഹമ്മദ് നടക്കണം. എന്തായാലും ദേവി അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്, നല്ലപോലെ അനുഗ്രഹിച്ച് വിട്ട് ഗർഭിണിയായി. മാസം തികഞ്ഞ്. മോള് തുറന്നു വിടുന്നില്ല. തുറന്നു വിടില്ലെന്നില്ലേന്നോ? എന്തിനു തുറന്നു വിടുന്നില്ലേ? മോളെ തുറന്നു വിടണില്ല. നീ മോളല്ലല്ലോ, മോനല്ലേ. മോനെ തുറന്നു വിടണില്ലേ എന്ന് ചോദ്യം നാഗേ. യഥാർത്ഥത്തിൽ മോളെ അല്ല, മോനെയാണ് അടച്ചിട്ടിരിക്കണം, അല്ലാതെ എവളല്ല. കൺഫ്യൂഷൻ മൊത്തത്തിൽ ആശിയാണ് അടച്ചിട്ടിരിക്കണ ഈ സാധനം, തുറന്നു വിടാതെ. അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മാരടുത്ത് പോകുമെന്നും പറഞ്ഞ്, അല്ലാതെ യവനെ അല്ല. എന്നെ തുറന്നു വിടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഫ്രീഡം, ഭയങ്കര ഫ്രീഡം ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ പ്രശ്നം അങ്ങനെ എപ്പോഴും ഒരുമിച്ചല്ലേ. എപ്പോഴും ഒരുമിച്ചാണ്. ഒട്ടും സംശയരോഗം ഉള്ളതുകൊണ്ടൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ അവര് സ്നേഹം കൊണ്ടാണ് അവർ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നത്. എവിടെ പോയാലും ആശയെ ഒറ്റയ്ക്ക് വിട്ടാ പെണ്ണുങ്ങളെ അടിച്ചോണ്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ പിറക്കെ നടക്കണത്. അത് തുറന്ന് പറയേ. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെയല്ല, അതുകൊണ്ട് വല്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ വഴക്ക് കൂടുക, ഞങ്ങൾ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ട്. മോനെ ബാക്കിയുള്ളവരെ നോക്കണ്ട. നാഗാദേവിയുടെ അടുത്ത് വരുമ്പോ നാഗാദേവി അനുഗ്രഹിച്ചു വിട്ടു. ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഇവരെ ഇത് കണ്ടിട്ട്. ഇനിയിപ്പൊ ജാസി വല്ലതും പറഞ്ഞ നാഗാദേവി ഇങ്ങനെ വരും. പറയണവരൊക്കെ അങ്ങ് സൂക്ഷിച്ചോ കൂടെ ശപിച്ചു വിടും നമ്മളെ, അങ്ങ് ഭസ്മാക്കി കളയും നമ്മളെ. അതുകൊണ്ട് ഇനി ഒന്നും ജാസിയെ പറയരുത്. ജാസി ആണാണെന്ന് നമ്മൾ പറയരുത്, ജാസി പെണ്ണാണെന്ന് പറയണം. ബാക്കിയുള്ളവരെ എല്ലാം മാറും. ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചില്ല, അതിന് പൂട്ടിയിടരുത്, തുറന്നു വിടുക. തുറന്നു വിടുക അല്ലേ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പൂട്ടിയിടരുത്, തുറന്നു വിടുക. ഇത് യവൻ അവനെ പൂട്ടിയിട്ടിട്ട് നല്ല ഏതെങ്കിലും വഴിക്കാണ് ഇടിച്ചു വിട്ടു കൊടുക്കണത്. അതാ ജാസിക്ക് ഡബിൾ ശക്തിയാണ്, ആണിന്റെയും പെണ്ണിന്റെയും ശക്തിയാണ്. ഇടിച്ച ആണല്ലേ അവന്റെ കരങ്ങളുണ്ടല്ലോ, ഇരുമ്പാണ്. അത് വെച്ചിട്ട് മൂതുവഴിക്ക് നല്ല ഏതത്തിന് കൊടുക്കും. പാവം
അത്രയ്ക്ക് വിഷമിച്ചാണ് അതിനകത്ത്, അത്രയ്ക്ക് വേദന അരിച്ചാണ് കിടക്കണത്. ഒരു കാര്യം ചെയ്യണം ഉമ്മ, നിങ്ങൾ നിങ്ങളെ മോനെ വേണമെങ്കിൽ പിടിച്ചോണ്ട് പോയി, ഇതല്ലാതെ യവൻ വിട്ടു തരൂല, യവൻ ഇഞ്ച പരിവാക്കും. മിക്കവാറും ആശയം കൊണ്ട് ആ സാധനം പോകും, ഈ കൂടെ നടക്കണ കൊണ്ടുപോകും. പല ദിവസവും കണ്ണ് വെച്ചിട്ടുണ്ട്. മണ്ണും ചാരി നിന്നവള് ആണിനെയും കൊണ്ടുപോകും. യാശി ഇരുന്നും കൊണ്ട് മുട്ടുകഴിക്ക് കൊടുത്താലും ശരിയെന്നും പറഞ്ഞിരുന്ന് കരയാനേ പറ്റുള്ളൂ. എന്തൊരു പാവല്ലേ അത്, എല്ലാം സഹിച്ചു ക്ഷമിച്ചു, പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചു. എന്തായാലും നാഗ സൈരന്ത്രി ദേവി തപ്പി നോക്കി അനുഗ്രഹിച്ചു. ജാസി പെണ്ണ് തന്നെയാണ്. ഇങ്ങനെ അനുഗ്രഹിച്ചു. ജാസി പ്രഗ്നൻ്റ് ആയി, മാസം തികയാറായി, പ്രസവിക്കാറുമായി. ഇനി മുമ്പില്ല വെച്ചുകെട്ടൊക്കെ നടന്ന് കള്ളത്തരം പറഞ്ഞ കണക്കൊന്നുമല്ല, ഇനി ഇത് യഥാർത്ഥമാണ്. ഇനി ഉടനെ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാം. വാവോ ആശിരൂട്ടിയാണല്ലേ, ബാബുസ്വാമിയിലായിരിക്കൂല, ആശീരായിരിക്കും. ബാബുസ്വാമിയുടെ കാര്യം പറയല്ലേ, നാഗ ഓട്ടിക്കും. ഇനിയിപ്പോ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നാഗ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, നാഗയുടെ അംഗീകാരം കിട്ടി. ഇനി അത് മാത്രല്ല, ജാസി അവിടെ നാഗയുടെ ഒപ്പം ഇരുത്തും. അവിടെ കൂടെ വന്ന മൊട്ടച്ചി ആ പിറക്കെ നടക്കണ ആ സാധനത്തിനെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇനിയിപ്പൊ ആശിയുടെ കാര്യം അധോഗതി ആവുമല്ലോ. ആശയെ അനുഗ്രഹിച്ചാണോ? ആ ബാക്കിലോട്ട് നിർത്തും എന്തായാലും വടിയണക്ക്. ഇവരെ ഫ്രണ്ടിലും ഇരുത്തും, ഇവര് 3 പേരും ഫ്രണ്ടിലിരിക്കും. നാഗ മധ്യത്തും, അതിനി ജാസി മധ്യത്തിട്ടും ആശയ മധ്യത്തിരുത്തി ബാക്കിയുള്ളവര് വട്ടം ചുറ്റിയിരിക്കും. അങ്ങനെ ഇരിക്കും. എന്നിട്ട് അവർ യൂണിവേഴ്സിലെ പ്രാർത്ഥനകളും ഭജനകളൊക്കെ ആയിട്ട് അവരങ്ങ് മുമ്പോട്ട് പോകും, നല്ല ഹാപ്പി ആയിട്ട്.